കനത്ത കാറ്റിലും മഴയിലും എറണാകുളത്തും തൃശ്ശൂരിലും വീടുകൾ തകർന്നുപോയി. പലയിടങ്ങളും വെള്ളക്കെട്ടാൽ സമ്പന്നമായത് വേണമെങ്കിൽ പറയാം. തൊടുപുഴയിലും കുന്നംകുളത്തും വീടുകൾ തകർന്ന് ആളുകൾക്ക് പരിക്കേറ്റു. ഇന്നലെ വൈകിട്ട് പെയ്തു തുടങ്ങിയ മഴ ഇപ്പോഴും പലയിടങ്ങളിലും നാശം വിതയ്ക്കുകയാണ്. തൃശൂർ കുന്നംകുളം ചൊവ്വന്നൂർ അയ്യപ്പത്ത് വീട് തകർന്നു. അയ്യപ്പത്ത് സ്വദേശി വിജേഷിന്റെ വീടാണ് തകർന്നത്. വലിയ ശബ്ദം കേട്ട് വീട്ടിലുണ്ടായിരുന്നവർ പുറത്തേക്ക് ഓടിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. തൃശൂരിൽ ഇതുവരെ 12 ക്യാമ്പുകൾ തുറന്നു. 184 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. 11 വീടുകൾ ഭാഗികമായും ഒരു വീട് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. തൊടുപുഴ കുമാരമംഗലത്തും ശക്തമായ കാറ്റിൽ മരം വീണ വീട് തകർന്നു. വയോധികരായ ജോർജ്, കുഞ്ഞുമ്മ എന്നിവരുടെ വീടാണ് തകർന്നത്. വീടിന്റെ ഓട് വീണ് പരിക്കേറ്റ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിലും വൻ നാശമാണ് മഴ വിതച്ചത്. കുട്ടമ്പുഴ ഇളംപ്ലാശ്ശേരി ഉന്നതിയിൽ മരം വീണ 3 വീടുകൾ തകർന്നു. പൂയംകുട്ടി മണികണ്ഠൻചാൽ വെള്ളത്തിൽ മുങ്ങി. ആദിവാസി ഉന്നതികൾ ഒറ്റപ്പെട്ട നിലയിലാണ്. എറണാകുളം ഏലൂരിൽ ആൽമരം ഒടിഞ്ഞു വീണ 2 പേർക്ക് പരിക്കേറ്റു. പാട്ടുപുറക്കൽ ക്ഷേത്രത്തിന്റെ ആൽമരമാണ് ശക്തമായ കാറ്റിലും മഴയിലും തകർന്നു വീണത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൊടുപുഴ.